നമുക്ക് ഇതിലെ കുറച്ച് ചോദ്യങ്ങൾ നോക്കാം. പ്രശ്നമെങ്കിൽ ഉത്തർ ലിഖേം. സബ്സെ ബഡാ ഷോമാൻ നാമക് പാട് കി പ്രോക്തി കോൻസി ഹെ. നമ്മൾ നേരത്തെ കണ്ടു അല്ലേ, സബ്സെ ബഡാ ഷോമാൻ എന്ന് പറയുന്ന പാഠം ഒരു ജീവനിയാണ്. ഇവിടെ എഴുതിയിട്ടുണ്ട് ജീവനി. 2. ജീവനി മാനേ ക്യാ ഹെ. എന്താണ് ജീവനി? ജീവനി മേ കിസി വ്യക്തി കാ ചരിത്ര, അതിൻ്റെ സ്വഭാവം, ഉൻകെ ജീവൻ കി മഹത്വപൂർണ്ണ ഘടനായും, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ ആദി കാ ചിത്രണം ഹോത്താ ഹെ. അപ്പോൾ ഈ പാഠത്തിലും 5 വയസ്സുകാരനായ ചാർലി ആദ്യമായിട്ട് സ്റ്റേജിൽ പെർഫോം ചെയ്യുന്ന സംഭവത്തിൻ്റെ വിവരണമാണുള്ളത്. അതൊരു വലിയൊരു ജീവചരിത്രമാണ്. അതിൻ്റെ തുടക്കം കുറച്ച് ഭാഗം മാത്രമേ നമ്മൾ പഠിക്കുന്നുള്ളൂ. യഹ് കിസ്കി ജീവനി ഹെ? സർ ചാർൾസ് സ്പെൻസർ ചാപ്ലിൻ കി ജീവനി ഹെ, അല്ലെങ്കിൽ ചാർലി ചാപ്ലിൻ കി ജീവനി ഹെ. ചാർലി ചാപ്ലിന് ബ്രിട്ടീഷ് രാജ്ഞി കൊടുത്ത ഒരു ആദരവ്, ഒരു പദവിയാണ് സർ, നൈറ്റ്ഹുഡ് എന്ന് പറയും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് ചാർൾസ് സ്പെൻസർ ചാപ്ലിൻ, നമ്മൾ ചുരുക്കിയിട്ട് ചാർലി ചാപ്ലിൻ എന്ന് പറയും. അപ്പോൾ ഇത് ചാർലി ചാപ്ലിൻ്റെ ജീവചരിത്രമാണ്. സബ്സെ ബഡാ ഷോമാൻ നാമക് പാട് കാ ലേഖക് കോൻ ഹെ? ഗീത് ചതുർവേദി. അപ്പോൾ ഗീത് ചതുർവേദിയെ കുറിച്ച് നമ്മൾ ഈ പാഠത്തിൻ്റെ അവസാനം പറഞ്ഞിട്ടുണ്ട്. ആരാണ് ഗീത് ചതുർവേദി എന്ന്? ഗീത് ചതുർവേദി കാ ജന്മ 27 नवंबर 1977 को मुंबई में हुआ था. आप कवि है, जीवनीकार भी. अब आप दैनिक भास्कर नोएडा के संपादकीय विभाग में कार्यरत है. അപ്പോൾ ഒരു പത്രപ്രവർത്തകനാണ് ഗീത് ചതുർവേദി. പിന്നെ ചാർലി ചാപ്ലിനെ കുറിച്ച് ഈ പാഠത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ പുസ്തകത്തിൽ നോക്കി വായിക്കുക. അദ്ദേഹത്തിൻ്റെ സിനിമകളിലെ വിവിധ രൂപങ്ങൾ, ഇത് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ രൂപമാണ്. ഇദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ ട്രാമ്പ് എന്ന് പറഞ്ഞാൽ ഈ ലണ്ടനിലെ തെരുവുകളിൽ ജീവിക്കുന്ന തെരുവ് തണ്ടികളുടെ രൂപമാണ് ഈ കാണുന്നത്. ഈ ഒരു വേഷത്തിലൂടെയാണ് ചാർലി ചാപ്ലിൻ വളരെ പ്രശസ്തനായത്. ഈ രൂപം അദ്ദേഹം ആദ്യമായി അവതരിപ്പിച്ചത് ദ കിഡ് എന്ന് പറയുന്ന സിനിമയിലാണ്. അപ്പോൾ അത് ലോകപ്രശസ്തമായൊരു സിനിമയാണ് ദ കിഡ്. അതിൽ അഭിനയിച്ച ഒരു ചെറിയ കുട്ടിയുണ്ട്, ജാക്കി കൂഗൻ. ആ കുട്ടി പിന്നീട് അമേരിക്കയിൽ ഹോളിവുഡിലെ ഏറ്റവും പ്രശസ്തനായ ഒരു നടനായി മാറി. അപ്പോൾ ചാർലി ചാപ്ലിൻ ആദ്യകാലത്ത് ബ്രിട്ടനിൽ അല്ലെങ്കിൽ ഇംഗ്ലണ്ടിലെ ലണ്ടനിലാണ് താമസിച്ചിരുന്നതെങ്കിലും പിന്നീട് അദ്ദേഹം അമേരിക്കയിലേക്ക് കുടിയേറി പാർത്തു. അവിടുത്തെ ഹോളിവുഡിൽ ഒരുപാട് സിനിമകളിൽ അഭിനയിച്ച് ലോക പ്രശസ്തനായി. അദ്ദേഹത്തിൻ്റെ സിനിമകൾ മോഡേൺ ടൈംസ്, നിങ്ങൾ മലയാളത്തിൽ പഠിച്ചിട്ടുണ്ടാവും, ദി ഗ്രേറ്റ് ഡിറ്റക്ടർ, ദി കിഡ്, സിറ്റി ലൈറ്റ്സ്, ദി സർക്കസ്, രസകരമായ സിനിമയാണ് ദി സർക്കസ്. ഇതൊക്കെ ലോകപ്രശസ്തമായ സിനിമകളാണ്. ആദ്യകാലത്ത് അദ്ദേഹം മറ്റുള്ളവരുടെ സിനിമയിലാണ് അഭിനയിച്ചതെങ്കിലും പിന്നീട് സ്വന്തമായി സിനിമകൾ നിർമ്മിക്കുകയും അതുപോലെ ഈ സിറ്റി ലൈറ്റ്സ് സ്വയം സംവിധാനം ചെയ്യുകയും ചെയ്തു. ഇതിലൊക്കെ മ്യൂസിക് ഉണ്ടെങ്കിലും സംഭാഷണങ്ങൾ പൊതുവേ ഇല്ല. ഈ സിറ്റി ലൈറ്റ്സിൽ മാത്രമേ സംഭാഷണങ്ങളുള്ളൂ. ബാക്കിയൊക്കെ സംഭാഷണമില്ലാത്ത സിനിമകളാണ്. അടുത്തത്, सबसे बड़े शोमैन के रूप में यहाँ किसका चित्रण हुआ है? ഏറ്റവും വലിയ പെർഫോമറായിട്ട് അഭിനേതാവായിട്ട് ഇവിടെ ആരെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്? ചാർലി ചാപ്ലിനെ കുറിച്ച് അല്ലേ. ചാർലി ചാപ്ലിൻ എന്താ? സർ ചാർൾസ് സ്പെൻസർ ചാപ്ലിൻ, അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേരാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. അംഗ്രേസി ഹാസ്യ അഭിനേതാവാണ്, തമാശ അഭിനേതാവാണ് അല്ലേ. നമ്മൾ മലയാളത്തിലെ ജഗദീഷ് ശ്രീകുമാർ, ജഗദീഷ്, ഇവരെ പോലെ ഹാസ്യ അഭിനേതാവ്, ഫിലിം നിർദ്ദേശക് ബീദേ, സിനിമാ സംവിധായകനും കൂടിയാണ്. സംഗീതം കൊടുക്കും, എല്ലാ ജോലിയും ചെയ്യും. ഒരു സിനിമയ്ക്ക് വേണ്ട എല്ലാ വർക്കും അദ്ദേഹത്തിന് അറിയാം. ഉൻകാ ജന്മ 16 अप्रैल 1889 नवासी को हुआ था. उनके पिता का नाम चार्ल्स चैपलिन सीनियर और उसकी माता का नाम हन्ना चैपलिन थे. लेकिन उनके जन्म के 2 वर्ष के बाद उनके माता पिता अलग हो गए. അപ്പോൾ ഈ ചാർലി ചാപ്ലിൻ ഉണ്ടായി 2 കൊല്ലം കഴിഞ്ഞപ്പോൾ അച്ഛനും അമ്മയും ഡൈവോഴ്സായി, വിവാഹമോചിതരായി. इसलिए चार्लिन चैपलिन को मां सदा अपने साथ ले जाती थी. അപ്പോൾ അതുകൊണ്ട് ഈ ചെറിയ കുട്ടിയായ ചാപ്ലിനെ അമ്മ അഭിനേതാവാണ്, പാട്ടുകാരിയാണ്, നാടകങ്ങളിൽ അഭിനയിക്കും. അപ്പോൾ താൻ അഭിനയിക്കാൻ പോകുന്ന സ്ഥലത്തേക്കൊക്കെ ഈ കുട്ടിയെ കൂട്ടിക്കൊണ്ടുപോകും. കാരണം ചെറിയ കുട്ടിയായതുകൊണ്ട്. അദ്ദേഹത്തിനൊരു ചേട്ടനുണ്ട്, സിഡ്നി ചാപ്ലിൻ എന്ന് പറഞ്ഞിട്ട്, അത് കുറച്ച് മുതിർന്ന കുട്ടിയാണ്. കണ്ടനാളിക്ക് ബുരി ഹാലത്ത് അവർ ഗരീബീനെ ചാർലിക്ക് മാംകെ ഗായൻ കരിയർ കാ അന്ത് കരുതിയ. കണ്ഠനാളി എന്ന് പറഞ്ഞാൽ തൊണ്ടക്കുണ്ടായ ഒരു അവസ്ഥ, പാട്ട് പാടി തൊണ്ടക്ക് രോഗം ബാധിച്ച് പിന്നെ ദാരിദ്ര്യവും കാരണം ചാർലിയുടെ അമ്മക്ക് പാടാൻ പറ്റാതായി. അവരുടെ പാട്ട് പാടുന്ന ആ കരിയർ, ആ ജോലി അവസാനിച്ചു.
പിന്നെ എന്തെങ്കിലും നിത്യജീവിതത്തിൻ്റെ ചെലവ് കണ്ടെത്താൻ, പൈസ വരുമാനം കണ്ടെത്താൻ യാതൊരു മാർഗവും ഇല്ലാതായി. ഹന്ന കാ പെഹല സംഘട്ട് 1894 में आया जब वह ഓൾഡർ ഷോട്ട് के एक थिएटर में പ്രദർശൻ कर रही थी. അപ്പോൾ അവരൊക്കെ ഈ തൊണ്ടക്കുള്ള രോഗം ആദ്യം വന്നത് 1894 ലണ്ടനിലെ ഓൾഡർ ഷോട്ട് എന്ന സ്ഥലത്തെ ഒരു തിയേറ്ററിൽ പാട്ട് പാടുമ്പോഴാണ്. അവിടെ തൊണ്ട ഇടറി പാട്ട് പാടാൻ പറ്റാണ്ട് ജനങ്ങൾ കൂക്കി വിളിച്ച് ഇവർക്ക് സ്റ്റേജിൽ നിന്ന് പുറത്തേക്ക് പോകേണ്ടി വന്നപ്പോൾ നമ്മുടെ ചാർലി ചാപ്ലിൻ, 5 വയസ്സുകാരനായ ചാർലി ചാപ്ലിൻ ആദ്യമായിട്ട് സ്റ്റേജിലേക്ക് കയറി. വഹീം കലാക്കെ ക്ഷേത്രമേ ചാർലി ചാപ്ലിൻ കാ സഫർ ശുരു ഹുവ. അന്ന് മുതൽ ചാർലി ചാപ്ലിൻ പാട്ട് പാടുകയും ചെറിയ സ്കിറ്റുകളിൽ, നാടകങ്ങളിൽ അഭിനയിച്ചും ഒക്കെ കുടുംബം പോറ്റാൻ തുടങ്ങി. ചാർലി ചാപ്ലിൻ വിശ്വ के बड़े कलाकारों में एक है. वे हास्य अभिनेता, फिल्म निर्देशक, संगीतज्ञ, फिल्म निर्माता आदि के रूप में मशहूर थे. अमेरिकी सिनेमा के क्लासिकल हॉलीवुड युग के प्रारंभ से मध्य तक उनका योगदान रहा. एक शिशु कलाकार से लेकर 88 എന്ന് പറയുമ്പോൾ 88 വർഷ की आयु तक वे इस क्षेत्र में सक्रिय रहे. 88 വയസ്സ് വരെ അദ്ദേഹം സിനിമാ രംഗത്ത് സജീവമായിരുന്നു. 25 എന്ന് പറയുന്നത് നമുക്കറിയാം, 25 दिसंबर 1977 को इस महान कलाकार का निधन हुआ. उनकी द किड, ലോകപ്രശസ്തമായ സിനിമയാണ് ദ കിഡ്, ദ സർക്കസ്, द ग्रेट डिक्टेटर, मॉडर्न टाइम्स, सिटी लाइट्स आदि कई फिल्में विश्व भर के लोग अध्ययन और मनोरंजन के लिए देखते हैं. मुझे बारिश में चलना पसंद है, मेरे आंसू जो नहीं देख पाता कोई, यह किसने कहा? ആദ്യത്തെ പാഠത്തിന്റെ ആദ്യം കൊടുത്ത വാക്യാണ് അല്ലേ, चार्ली चैपलिन. चार्ली चैपलिन का जन्म कहाँ हुआ था? चार्ली चैपलिन का जन्म 16 अप्रैल 1889 को लंदन के वॉलवर्थ में हुआ था. चार्ली चैपलिन के पिता का नाम क्या था? चार्ल्स चैपलिन सीनियर. माता का नाम क्या था? हन्ना चैपलिन. गाते गाते मांगी आवाज फटकर फुसफुसाहट में तब्दील हो गई. इसके क्या कारण हो सकते हैं? यहाँ चार्ली की मांग का गला खराब हो गया था, इसलिए गाते गाते मांगी आवाज फटकर फुसफुसाहट में तब्दील हो गई. തൊണ്ട ശരിയല്ല, അതുകൊണ്ടാണ് പാട്ട് നിന്നുപോയത്. चार्ली चैपलिन की मांग को स्टेज क्यों छोड़ना पड़ा? എന്തുകൊണ്ടാണ് സ്റ്റേജ് വിടേണ്ടി വന്നത്? चार्ली की मांग का गला खराब हो गया था, इसलिए गाते गाते मांगी आवाज फटकर फुसफुसाहट में तब्दील हो गई. लोग चिल्लाने लगे, कहीं से कुछ लोग म्याऊ म्याऊ की आवाज निकालने लगे. इस अभद्र शोर ने मांग को स्टेज छोड़ने को मजबूर कर दिया. ഇത് നമ്മൾ മുമ്പ് ചോദ്യം തന്നതാണ്. इस अभद्र शोर ने मांग को स्टेज से हटने को मजबूर कर दिया. इस समय मांग की हालत कैसी होगी? मांग गीत गा रही थी, अचानक उसका गला खराब हो गया. दर्शक शोर मचाने लगे. शोर मचाना എന്ന് പറഞ്ഞാൽ ശബ്ദം ഉണ്ടാക്കുക, ബഹളം ഉണ്ടാക്കുക, ചില്ലാന. മാംഗ് को സ്റ്റേജ് जोड़ना पड़ा. वह अपमानित हुई होगी അല്ലെ, ജനങ്ങൾ കൂക്കി വിളിച്ചപ്പോൾ അപമാനിക്കപ്പെട്ടതുപോലെ തോന്നി. അത്യന്ത ദുഃഖി ഹുയി ഹോഗി, വളരെ ദുഃഖം തോന്നി. എന്തുകൊണ്ട്? ഇന്ന് ഭക്ഷണം കഴിക്കണമെങ്കിൽ, ഇന്ന് കൂലി കിട്ടുന്നുണ്ടെങ്കിലേ ഭക്ഷണം കിട്ടൂ അല്ലെ. ഉസ്കി ഹാലത്ത് തനാവ് സേ യുക്ത് ഹോഗി. തനാവ് എന്ന് പറഞ്ഞാൽ പ്രഷർ, ഭയങ്കര സമ്മർദ്ദം അനുഭവിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ആദ്യഘട്ടത്തിൽ പറയാനുള്ളത്.